നമസ്കാരം. ഓം ശക്തി മഠം ആസ്ട്രോളജി റിസർച്ച് വാസ്തു ആൻഡ് താന്ത്രിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 ജൂൺ മാസത്തിൽ വൃശ്ചികം രാശിക്കാരായ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം എന്നീ നക്ഷത്രക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വൃശ്ചികം രാശിക്കാരായവർക്ക് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നാം തമാശയ്ക്കായി പറയുന്ന എട്ടിന്റെ പണി എന്നറിയപ്പെടുന്ന അഷ്ടമവേഴക്കാലം ആയിരുന്നു. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും ധനപരമായ ബുദ്ധിമുട്ടുകളും പ്രവർത്തന വൈകല്യങ്ങളും ഋണബാധ്യതകളും മാനസിക സമ്മർദ്ദങ്ങളും കൊണ്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ച കാലമായിരുന്നു. എന്നാൽ ഈ വരുന്ന ജൂൺ മാസം 2-ാം തീയതി മുതൽ സർവേശ്വരകാരകനായ വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വേനൽക്കാലത്ത് ലഭിച്ച ഒരു മഴ പോലെയാണ്. ദീർഘനാളായി അനുഭവിച്ചു വരുന്ന മാനസിക ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും കുറവരുത്തുവാൻ ഈ ജൂൺ മാസക്കാലം അനുകൂലമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം വളരെ സന്തോഷം നിറഞ്ഞതാണ്. വിദ്യകളിൽ മുന്നേറ്റം ഉണ്ടാക്കുവാനും പുതിയ വിദ്യാഭ്യാസ രീതികൾ അവലംബിക്കുവാനും അഡ്മിഷനുകൾ തരപ്പെടുവാനും വിദേശ പഠനങ്ങൾ തുടങ്ങുവാനും നിലവിൽ വിദേശത്ത് പഠനം നടത്തുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനും വിജയ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് അനുകൂല കാലഘട്ടമാണ് ഇത്. വാണിജ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ ഉണർവുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റത്തിന് സാധ്യത വന്നേക്കാം. പ്രൊമോഷനുകൾ തരപ്പെടാം. നിരന്തരമായ പ്രയാസങ്ങൾ അനുഭവിച്ചു വരുന്ന ഉദ്യോഗസ്ഥർക്ക് ആശ്വാസ കാലഘട്ടമാണ് ജൂൺ മാസം. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും. വിദേശയാത്രകൾ തടസ്സപ്പെട്ടവർക്ക് ശ്രമഫലമായി അതിന് സാധ്യതമാകും. സഹോദരങ്ങൾ മുഖേന മാനസിക പ്രയാസങ്ങൾ ഉണ്ടാകാം. മാതാവിന്റെ രോഗാവസ്ഥകൾക്ക് ചികിത്സാഫലമായി ആശ്വാസമുണ്ടാകും. മനോബുദ്ധി വിഷയങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും. ദീർഘനാളായുള്ള പ്രവർത്തനങ്ങൾ ഫലവത്തായി തീരും. വിവാഹ തടസ്സങ്ങൾ മാറി വിവാഹ ബന്ധങ്ങൾ ഉറപ്പിക്കുന്നതിന് ശ്രമം തുടങ്ങും. ഭവന നിർമ്മാണാദികൾക്ക് തുടക്കം കുറിക്കും. പഴയ വീട് വാങ്ങുന്നതിനും യോഗമുണ്ട്. ശത്രുപരമായ ക്ലേശങ്ങൾ ഒഴിവാക്കുകയും ശത്രുജയം സിദ്ധിക്കുകയും ചെയ്യും. പോലീസ്, സൈനിക ഉദ്യോഗസ്ഥർക്ക് ഈ കാലയളവ് വളരെയധികം ഗുണം ചെയ്യും. യാത്രകൾ കൊണ്ട് ഫലങ്ങൾ ഉണ്ടാകും. വൃശ്ചികം രാശിക്കാർ ഈ മാസം മാനസിക സമ്മർദ്ദങ്ങൾക്ക് വഴിപ്പെടാതെയും മുൻകോപം ഒഴിവാക്കുകയും ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് വഴിപ്പെടാതെയും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. വൃശ്ചികം രാശിക്കാരായ വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രം എന്നീ നക്ഷത്രക്കാർക്ക് ജൂൺ മാസത്തിൽ ചെയ്യേണ്ടതായ ക്ഷേത്രപരിഹാരങ്ങൾ കൂടി നിർദ്ദേശിക്കാം. ശാസ്താക്ഷേത്രത്തിൽ ദർശനം നടത്തി തൃമധുര നിവേദ്യം ചെയ്ത് നീവിളക്ക് സമർപ്പണവും ചെയ്യുക. കൂടാതെ ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ ദമ്പതിമാർ ദർശനം നടത്തി ഐക്യമത്യ സൂക്ത അർച്ചന നടത്തുകയും ചെയ്യണം. ഇവ ദാമ്പത്യ കലഹങ്ങൾ ഒഴിവാക്കാൻ ഉത്തമമാണ്. കൂടാതെ നിരന്തരമായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും ഭജനവും നിങ്ങളുടെ ജീവിതത്തിൽ അനിഷ്ടതകൾ മാറ്റി സന്തോഷത്തിലേക്ക് നയിക്കും എന്നുള്ളത് ഉറച്ച കാര്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ചെയ്യുക. ക്ഷേത്രത്തിൽ നടക്കുന്ന നിത്യ ഗണപതി ഹോമത്തിലും മറ്റു പൂജകളിലും നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം.